Hello guys, welcome back to my YouTube channel. അപ്പോൾ കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ തപസ്യയിലെ പിള്ളേരുടെ സംഘനൃത്തം ഉണ്ടായിരുന്നു UP. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ സ്കൂളിൻ്റെ ബസ്സിൽ തന്നെയൊക്കെയാണ് പോയത് കൊട്ടാരക്കരയിലേക്ക്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് വരെ പോസ്റ്റ് അടിച്ചിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് തകർത്താണ് അങ്ങോട്ട് പോയത്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ഡാൻസ് ഒക്കെ കളിച്ച് തീർത്തു. പിള്ളേരെല്ലാം ഉണ്ട്. പിള്ളേർ സാധന സാമഗ്രികളായിട്ട് നടന്നു പോവാണ് മേക്കപ്പിന് വേണ്ടിയിട്ട്. നമ്മുടെ ആർദ്ര സ്നേഹയൊക്കെ ഉണ്ട്. ടീച്ചർ നടന്നു വന്നു. പിന്നെ അവിടുത്തെ NSS വോളണ്ടിയേഴ്സ് ഇതുപോലെ സ്റ്റോളൊക്കെ ഇട്ട് ഫുഡും സാധനങ്ങളും ഒക്കെ അവിടെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംഘനൃത്തം വേദിയിൽ നിന്ന് കേരള നടനത്തിൻ്റെ വേദിയിലേക്ക് പോവുകയാണ്. കിലോമീറ്ററുകളോളം ദൂരമുണ്ട് ഓരോ വേദിയിൽ നിന്ന് ഓരോ വേദിയിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു മലയുടെ മുകളിലാണ് സംഘനൃത്തം വേദി. ഇനി കാണിച്ചു തരാം. നോക്കി നമുക്ക് അവിടെ താഴെയുള്ള ബിൽഡിങ്സും എല്ലാം കാണാം. മുകളിലാണ് സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂൾ. ഇവിടാണ് സംഘനൃത്തം വേദി. ഇനി താഴെ അങ്ങ് പോകണം കേരള നടനം വേദിയിലോട്ട് പോകാനായിട്ട്. പിന്നെ നമ്മൾ കേരള നടന വേദിയിൽ ചെന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു മത്സരം തുടങ്ങാനായിട്ട്. ആർദ്രയും സ്നേഹയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ തലയിൽ വെക്കാൻ മുല്ലപ്പൊക്കെ കിട്ടി. പിന്നെ നമ്മുടെ ദേവിക ടീച്ചർ ഫ്രണ്ടിൽ തന്നെ ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ തിരിച്ച് സംഘനൃത്തം വേദിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ മലപ്പുലയാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ മത്സരമായിരുന്നു. അതൊക്കെ ഈ വർഷം വന്നാണെന്ന് തോന്നുന്നു. പളിയ നൃത്തം, മലപ്പുലയാട്ടം, മംഗലം കളി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഈ വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കുറേ നേരം ഞങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ സംഘനൃത്തം തുടങ്ങാറായപ്പോഴത്തേക്ക് കുറേ കൂടി ആളൊക്കെ വന്നു കാണാൻ വേണ്ടിയിട്ട്. സംഘനൃത്തം തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായി. പിന്നെ ഞാനും ആർദ്രയും കല്ലും ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ പിള്ളേർ കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ നമ്മുടെ പിള്ളേർ അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ റിസൾട്ട് അറിയുന്നവരെ ഇരിക്കേണ്ടതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് ബോറൊക്കെ അടിച്ചുകൊണ്ട് അവർ എന്തൊക്കെയോ കളികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. അങ്ങനെ റിസൾട്ട് വരാനായിട്ട് നമ്മൾ കുറേയധികം നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തേർഡ് ഗ്രേഡാണ് കിട്ടിയത്. ആക്ച്വലി അവരായിരുന്നു ഫസ്റ്റ് ഡിസേർവിങ്. ഒട്ടും ഡിസേർവിങ് അല്ലാത്ത, തീരെ നിലവാരമില്ലാത്ത ഒരു ഗ്രൂപ്പിനായിരുന്നു അവർ ഫസ്റ്റ് കൊടുത്തത്. അതിനെ തുടർന്ന് അവിടെ സംഘർഷം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് സംസാരിച്ചു. മറ്റ് സ്കൂളിലെ നൃത്താധ്യാപകരാണെങ്കിലും അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, കലയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ കുട്ടികൾ ഒരുപാട് മാനസികമായിട്ട് തളർന്നിരുന്നു. പിന്നെ നമ്മൾ ശരിക്കും അവർക്ക് തന്നെയാണ് ഫസ്റ്റ്, നമ്മുടെ മനസ്സിൽ അവർക്ക് തന്നെയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കി അവരെ നമ്മൾ ചേറപ്പാക്കി എടുത്തു. രാത്രി ഒരു 12 മണിക്കത്തെ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഫസ്റ്റുമായിട്ട് അടിച്ചു പൊളിച്ച് തിരിച്ചിങ്ങോട്ടേക്ക് പോരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ടാറ്റാ, ബൈ ബൈ.